കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാനുള്ള വാഹനം നിസാൻ്റെ എക്സ്ട്രെയിലാണ്. വളരെ കുറച്ച് വാഹനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയത്. പക്ഷേ ഈ വണ്ടിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഫ് റോഡ് കേപ്പബിലിറ്റിക്ക് ആയിട്ട് 4x4 ആണ് വണ്ടി വരുന്നത്. നല്ല രീതിയിൽ തന്നെ പവറും അതേപോലെ തന്നെ ഏത് കയറ്റവും ഏത് ഓഫ് റോഡ് ആയാലും വലിച്ചു കയറി പോകാൻ പറ്റാവുന്ന കേപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ് ഈ ഒരു എക്സ്ട്രെയിൽ. ഇപ്പോൾ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല പരിചയപ്പെട്ടൊരു മോഡലും കൂടിയാണ് ഈ നിസാൻ്റെ എക്സ്ട്രെയിൽ വാഹനങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 ലക്ഷം റേഞ്ചിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. 4x4 ആണെന്ന് വിചാരിക്കുക, SUV ആണെന്ന് വിചാരിക്കുക. പിന്നെ മാത്രമല്ല എക്സ്ട്രെയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. 3 ലക്ഷം ആ ഒരു റേഞ്ചിൽ, 3 ലക്ഷം എന്ന് എക്സാക്ട് 3 ലക്ഷം അല്ല, കുറച്ച് പൈസ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്രയാണ് പ്രൈസ് എന്നൊക്കെ ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം. ഇനി ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഡീസലാണ്, 4x4 ആണ്, 2010 ഇതിൻ്റെ മോഡൽ വന്നേക്കണത്. അതുകൂടാതെ തന്നെ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. ബോഡി ക്വാളിറ്റിയൊക്കെ ശ്രദ്ധിക്കാം. നമ്മൾ 10 പറയുമ്പോൾ ഇത്രയും പഴക്കമുള്ള വണ്ടിയിൽ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമല്ല, വണ്ടി നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. പിന്നെ മാത്രമല്ല അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിച്ചു തരാം. ഇത് സീറ്റിൻ്റെ കവേഴ്സും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ പുത്തൻ സീറ്റ് കവേഴ്സൊക്കെ ആയിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻട്രോനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം കാണിക്കേണ്ടതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു നിസാൻ്റെ എക്സ്ട്രെയിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി കാണാം. വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പൈസയൊക്കെ മുടക്കാതെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് നിൽക്കാവുന്ന, അതായത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു എക്സ്ട്രെയിൽ. വണ്ടി നോക്കുകയാണെങ്കിൽ 2010 ഇതിൻ്റെ മോഡൽ നിൽക്കണം. നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയൊക്കെ ശ്രദ്ധിക്കാം. യാതൊരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടില്ല. അതാണ് ഈ വാഹനത്തിന് വേറെ ഹൈലൈറ്റ് എടുത്ത് പറയാനുള്ളത്. കണ്ടോ, നീറ്റായിട്ട് ഇരിക്കുന്ന വണ്ടി, ഫുൾ ഓപ്ഷനാണ്. ഇതിന് സൺറൂഫും കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതാണ് നമുക്ക് എടുത്തു പറയേണ്ട വേറെ കാര്യങ്ങൾ. കണ്ടോ, നീറ്റായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി. വാഹനം നോക്കേണ്ടത് 2010 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. 10 മോഡൽ എക്സ്ട്രെയിൽ ഫുൾ ഓപ്ഷൻ വാഹനമാണത്. നമുക്ക് തന്നെ ഫസ്റ്റ് ഇതിൻ്റെ ടോപ്പ് വ്യൂവും സൈഡ് വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. അതാണ് വാഹനത്തിൻ്റെ സൈഡും ടോപ്പൊക്കെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, സൺറൂഫും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ലോവർ പോർഷനിലേക്ക് വന്നിട്ട് നമുക്ക് സൈഡിലെ വീലാർസും എയർ കണ്ടീഷനിലേക്ക് ഒന്ന് നോക്കാം. വീലാർസ് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസാണ്. യാതൊരു രീതിയിലും ഡാമേജും കിട്ടുന്നില്ല. ടയറിൽ ഗ്രിപ്പ് കുറച്ച് കുറവാണ്. പക്ഷേ നമുക്ക് ടയറൊക്കെ റീപ്ലേസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഡിമാൻഡ് പ്രകാരം ടയർ നമുക്ക് ഫുൾ ഗ്രിപ്പുള്ള ടയേഴ്സ് ഇട്ട് തരുന്നതാണ്. അലോയ്സ് കമ്പനി അലോയ്സ് തന്നെ വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ബോണറ്റ് നോക്കാം. ബോണറ്റായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബോണറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വിൻഷീൽഡും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഡിസൈൻ്റെ ആ ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ലാമ്പൊക്കെ കുറച്ചൊരു യെല്ലോ ഷെയ്ഡ് നമുക്ക് ലാമ്പിൽ കിട്ടുന്നുണ്ട്. ഫോഗ് ലാമ്പൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ബമ്പേഴ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വന്നിരിക്കുന്ന ലാമ്പ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കിട്ടുന്നുണ്ട്. ടയേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ന്യൂ ഗ്രിപ്പുള്ള ടയേഴ്സ് ഇട്ട് തരുന്നതാണ്. അതേപോലെ ഇവിടെയും അലോയ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. സൈഡ് പോർഷനിലേക്ക് വരാം. 2 ഡോർ നോക്കാം. ഡോറായാലും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ വിൻഷീൽഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസും നീറ്റായിട്ടിരിക്കുന്നു. ഗ്രിപ്പ് കുറച്ച് കുറവാണ്. അതേപോലെ അലോയ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷനൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു സൈഡ് പോർഷൻ കിട്ടുന്നുണ്ട്. ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പും നമുക്കിവിടെ കാണാം. റൂഫൊക്കെ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇനി വിൻഷീൽഡിലേക്ക് പോകാം. വിൻഷീൽഡായാലും ഡിഫോക്കസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് റിയർ വൈപ്പർ വരുന്നുണ്ട്. നിസാൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇവിടെ ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്കിവിടെ കാണാം. ലോവർ പോർഷനിലേക്ക് വരാം. ഇവിടെ ബമ്പേഴ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. റിവേഴ്സ് ലൈറ്റും ഒക്കെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വീലാർസ് കിട്ടുന്നുണ്ട്. ഗ്രിപ്പ് കുറച്ച് കുറവാണ് ടയേഴ്സിന്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോറും നോക്കാം. 1 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ പാഡ്സൊക്കെ ശ്രദ്ധിക്കാം. ഡുവൽ ടോണിൽ നമുക്ക് ഡോർ പാഡ്സാണ്. സീറ്റ്സ് ഇവിടെ ചെറിയ രീതിയിലൊക്കെ ആ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സീറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പുതിയതാക്കി തരും. ന്യൂ സീറ്റ് കവേഴ്സ് ഇട്ടിട്ടായിരിക്കും നിങ്ങൾക്ക് വണ്ടി ഡെലിവറി ചെയ്യുന്നത്. നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡ് നല്ല വൃത്തി തന്നെ ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. മിഡിൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ശ്രദ്ധിക്കാം. സ്റ്റിയറിംഗ് ഒക്കെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ മാനുവലാണ്, അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ 4x4 ആ ഒരു ഡ്രൈവിംഗ് മോഡ്സൊക്കെ കിട്ടുന്നുണ്ട്. കേട്ടോ, ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. സീറ്റ് കവേഴ്സോട് ചേഞ്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി റേഞ്ച് ആയിരുന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നമുക്ക് മിഡിലെ ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസ് കാണാൻ പറ്റും. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എക്സ്റ്റൻഡഡ് സൺറൂഫാണ് വന്നേക്കണം. അതേപോലെ ഇവിടെയും നോക്കാം. 5 സീറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ റിയറിൽ ഒരുപാട് ബൂട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.
പിന്നെ ന്യായമായിട്ടുള്ള ലെഗ് റൂമും നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഡോറിന്ന് ക്ലോസ് ചെയ്തിട്ട് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലിഡ് നപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിസാൻ എക്സ്ട്രയിലിൻ്റെ ആ ഒരു എഞ്ചിൻ റൂം. വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ നമുക്കിവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. കണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിനാണത്. അതേപോലെ തന്നെ സൈഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഇവിടെ ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററിയാണ് വന്നേക്കുന്നത്. അതേപോലെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന എഡ്ജസ്. ചെറിയ പൊടി അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം, കാരണം വണ്ടി ഇപ്പോൾ നിലവിലെത്തിയിട്ടുള്ളൂ. ഇവിടെ അഡ്ജസ്റ്റ് നോക്കാം. ലിഡിലേക്ക് പോകാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ നോക്കാം. എന്തെങ്കിലും പാച്ചോ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ബൂട്ടിലേക്ക് ഒന്ന് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ലിഡ് നോക്കിയാം. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതിവിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസാണ്. ഇഷ്ടംപോലെ സ്പേസാണ് നമുക്ക് വന്നേക്കുന്നത്. അതേപോലെ നമുക്കിവിടെ ഷെൽഫും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഡ്ജസ്റ്റിലേക്ക് നോക്കാം. എഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ നോട്ട് ചെയ്യാം. അതാ ലോവർ പോർഷനിലേക്ക് പോകാം. ലോവർ പോർഷൻ ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലോവർ പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലിഡിലേക്ക് പോകാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. കേട്ടോ, കാര്യമായിട്ടുള്ളൊരു ഡാമേജ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്പെയർ വീലിലേക്ക് നോക്കാം. സ്പെയർ വീൽ നമുക്ക് ഇതൊക്കെ അടിയിലായിട്ടാണ് തന്നെ ജസ്റ്റ് ഒന്നും കാണാം. സ്പെയർ വീലിൻ്റെ ഗ്രിപ്പ് കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഇൻറ്റീരിയേഴ്സിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി നിസാൻ്റെ എക്സ്ട്രയിലാണ്. പെർഫോമൻസ് വണ്ടിയാണ്, ഓഫ് റോഡാണ്, 4x4 ആണ്, ഡീസലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. അതുകൂടാതെ തന്നെ നല്ല മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലേജ് അറിയാലോ, ഒരു അപ്രോക്സിമേറ്റ് മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാൻ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു എക്സ്ട്രയിലിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3,95,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോൺടാക്ട് നമ്പർ, വാട്സാപ്പ് നമ്പർ കൊടുത്താണ്. അതിനകത്ത് വോയിസോ മെസ്സേജോ ഇട്ടേക്കാം, റിപ്ലൈയും കാര്യങ്ങളും തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ എക്സ്ട്രയിലിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.